ഒരു 2.5 മിനിറ്റ് 3 മിനിറ്റ് നിൽക്കുന്ന പ്രോപ്പർ ഫൈറ്റ്. അപ്പോൾ അതിലിറങ്ങുമ്പോൾ ഒരാളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും, അയാളുടെ മൈൻഡ് എന്തായിരിക്കും? ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റിങ്ങിലേക്ക് കാലെടുത്ത് വെച്ച് കഴിയുമ്പോൾ പിന്നെ ഇവൻ്റെ മൈൻഡിൽ ആകെ ഇവൻ ഫോക്കസ് ചെയ്യുന്നൊരു സൗണ്ട് എന്ന് പറയുന്നത്, റിങ്ങിൽ പല ഫൈറ്റേഴ്സും ചില ഫൈറ്റേഴ്സ് കൂളായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും ചില ഫൈറ്റേഴ്സ് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ നേരെ ആ പഞ്ച് ബാഗിലേക്ക് രണ്ടെണ്ണം ഇടിച്ചു ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തത്വം അതാണ്. കണ്ണ് കാഴ്ച കുറവുള്ള ഒരാൾക്ക് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ അയാൾക്ക് എങ്ങനെയാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഉപകാരപ്രദമാവുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് യമ നിയമ ആസന ധാരണ ധ്യാനം സമാധി അങ്ങനെ ഒരു അഷ്ടാംഗ യോഗങ്ങളുണ്ട്. ഇപ്പോൾ ജിമ്മിൽ പോകുന്നതാണോ അതോ ഇത്തരത്തിൽ മാർഷൽ ആർട്സിന് പോകുന്നതാണോ അതോ യോഗയ്ക്ക് പോകുന്നതാണോ ബെറ്റർ? ഇപ്പോൾ ഞങ്ങളുടെ കുട്ടികളാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ മക്കളാണെങ്കിലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇവർ മാക്സിമം ഇവരിങ്ങനെ എന്താ പറയുക പറന്ന് കിടക്കും. ഇങ്ങനെ ഭയങ്കര പൊട്ടിത്തെറിക്കണ ഒരു പ്രായമാണ് ഇവരുടെ. ഇതിലിവർക്ക് ഭയങ്കര എനർജി ആയിരിക്കും. ഈ എനർജീനെ നമുക്ക് ഇവർ ജംഗ്ഷനിൽ നിൽക്കുന്ന പോലെയാണ്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഈ എനർജീനെ നമുക്ക് തിരിക്കുക, ഗുഡായിട്ടും ബാഡായിട്ടൊക്കെ തിരിക്കുക. നമ്മളിത് ഗുഡായിട്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റിയിലേക്ക് തിരിക്കുക. ബാഡായിട്ട് തിരിക്കുമ്പോൾ ഇവർ കൂട്ടുകെട്ടിലേക്ക് പോവാം. അപ്പം ഈ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ എനർജിയിൽ ഇവരിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ട് കൈ കൊടുക്കുന്നത്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ നോക്കിയിരുന്ന ഒരു മൂലക്കിരുന്ന് കുട്ടി കുറച്ചാൾ കഴിയുമ്പോൾ ഈ എനർജിയും പോവും, എല്ലാം പോവും. ഇവരൊരു റൂമിൻ്റെ മൂലക്ക ചുരുണ്ടുകൂടി ഒരവസ്ഥയിൽ ഇവരെത്തും. അപ്പം ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ ആരെങ്കിലേക്ക് കൊണ്ടുപോയിട്ട് പാരൻസ് കാണിക്കുമ്പോൾ അവർ പറയും, കുട്ടീനെ ആക്ടിവിറ്റീസ് ചെയ്യിക്കൂ, കുട്ടിക്ക് ഇന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കൂ, ഫുട്ബോളോ ക്രിക്കറ്റോ മാർഷൽ ആർട്സോ ബോക്സിങ് എന്താണെന്ന് ചെയ്യിക്കുമെന്ന് പറയും. അങ്ങനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും. നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന കഴിയുമ്പോൾ ഈ കുട്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരാളായിട്ട് ഡയറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റില്ല, ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ഇവൻ പേടിച്ച് പോകും. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. സിറ്റുവേഷൻ ഫേസ് ചെയ്യാന്ന് പറയും. സിറ്റുവേഷൻ ഫേസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരാൾ റോഡിൽ ആക്സിഡൻറ്റ് പറ്റി വീണു, അല്ലെങ്കിൽ വീട്ടിൽ ചെറിയൊരു അപകടം ഉണ്ടായി, ഈ കുട്ടി റിയാക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ, ഒരു മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവൻ സഡൻ റിയാക്ഷൻ ആയിരിക്കും. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. പെട്ടെന്ന് പോയിട്ട് അയാൾ എടുക്കുക, അയാൾക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, അയാൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക, ചോര കണ്ടാൽ തലയിറങ്ങി വീഴാതിരിക്കുക. ഇനി ഇൻ കേസ് എന്തെങ്കിലും അപകടം നമുക്കാണ് പറ്റിയെന്നുണ്ടെങ്കിലും ആ പെയിൻ സാക്രിഫൈസ് ചെയ്തിട്ട് ശാന്തമായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. നമ്മുടെ വീട്ടിലാണ് പെട്ടെന്ന് നടന്നതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തീരുമാനം എടുക്കുക. ഇതിനുള്ളൊരു കഴിവാണ് ഈ പെയിനിലൂടെ ലഭിക്കുന്നത്. സിറ്റുവേഷൻ ഫേസ് ചെയ്യുക. പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നു, പെട്ടെന്ന് പാനിക് സിറ്റുവേഷൻ വന്നു, അത് സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ പറ്റും ആ കുട്ടിക്ക്. അതൊരു നല്ല വശം. അതെ. ഇതിൻ്റെ ഒരു ചീത്ത വശം എന്ന് പറയുമ്പോൾ, ഈ കുട്ടിക്ക് സ്കൂളിൽ ചെല്ലുന്നു അല്ലെങ്കിൽ പാരൻസിൽ നിന്ന് 2 അടി കിട്ടിയാലും ഇവനിക്കത് ഫീൽ ചെയ്യില്ല. കാരണം ഇവനിക്ക് അതിലും വലുത് ഇവിടെ കിട്ടിക്കിടക്കണം. അപ്പം എല്ലാത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കുന്ന സാധനമാണ്. എന്തിന്? പെട്രോൾ ഒഴിച്ചിട്ട് ആളുകൾ തീ കത്തിച്ച് മരിക്കുന്നു. എന്ന് വെച്ചാൽ നമുക്ക് പെട്രോൾ നെഗറ്റീവ് സാധനമാണ്, അല്ലെങ്കിൽ പെട്രോൾ തള്ളിക്കളന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം എല്ലാത്തിനും പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അടി കിട്ടി ഇപ്പോൾ ഈ കോമ്പാക്ട് സ്പോർട്ടിലാണെങ്കിലും ഫുൾ കോണ്ടാക്ട് സ്റ്റൈലിലാണെങ്കിലും അവന് നമ്മൾ കണ്ടീഷൻ രീതി നമ്മൾ ചെയ്തിട്ടുണ്ട്. അവനിക്ക് അടികിട്ടി ഒരു വേദന ഒരു വിഷ്വലായിട്ട് മാറും. അവൻ കൂട്ടുകാരായിട്ട് അടി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പോലീസുകാർ പിടിച്ച് 2 അടി പോലീസുകാർ അടിച്ച് അവനിക്ക് വലിയ പെയിനായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഈ ബോക്സിങ്ങിന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാർഷൽ ആർട്സുമായി നമ്മൾ മത്സരങ്ങൾക്ക് ഇറങ്ങുമല്ലോ, പ്രോപ്പർ ഫൈറ്റ്, ഒരു 2.5 മിനിറ്റ് 3 മിനിറ്റ് നിൽക്കുന്ന പ്രോപ്പർ ഫൈറ്റ്. അപ്പോൾ അതിലിറങ്ങുമ്പോൾ ഒരാളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും, അയാളുടെ മൈൻഡ് എന്തായിരിക്കും? ഞാൻ റിങ്ങിൽ ഇറങ്ങിയിരിക്കുന്ന ആളാണ്. അപ്പോൾ റിങ്ങിൽ ഇറങ്ങുമ്പോൾ ഉള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റയ്ക്ക് ഡ്രൈനായി പോകും. ഡ്രൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്ന ആളാണ്, ക്ലബ്ബിൽ നന്നായിട്ട് ട്രെയിൻ ചെയ്തു. അതായത് നോർമലി അമേച്ചർ ബോക്സിങ്ങിൽ വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 3 മിനിറ്റിൻ്റെ 3 റൗണ്ടാണ്. അപ്പോൾ അപ്രോക്സിമേറ്റ് 9 മിനിറ്റ് അവൻ റിങ്ങിൽ നിൽക്കണം. സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഒരു കാറ്റഗറി. പ്രോ ബോക്സിങ്ങിലേക്ക് പോകുമ്പോൾ അത് റൗണ്ട് കൂടിയൊക്കെ വരും. അപ്പോൾ ഈ ആൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റിങ്ങിലേക്ക് കാലെടുത്ത് വെച്ച് കഴിയുമ്പോൾ പിന്നെ ഇവൻ്റെ മൈൻഡിൽ ചുറ്റിനും ഒരു 14 ആൾക്കാരുണ്ടെങ്കിലും ഇവൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ
മറ്റേ സ്വിച്ച് ഓഫ് ചെയ്യണ പോലെയാണ്. പിന്നെ ഒന്നും കേൾക്കൂല. ഫേസ് ടു ഫേസ് നിൽക്കുന്ന ഓപ്പോണൻറ്റിൽ മാത്രമേ ഇവൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവുള്ളൂ. ആകെ ഇവൻ ഫോക്കസ് ചെയ്യുന്നൊരു സൗണ്ട് എന്ന് പറയുന്നത് കോച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ, എന്തെങ്കിലും രീതിയിലുള്ള നിർദ്ദേശം കിട്ടുന്നുണ്ടോ എന്ന് മാത്രമാണ് ഇവൻ ഫോക്കസ് ചെയ്യുള്ളൂ. പിന്നെ എത്ര സ്റ്റാമിന ഉള്ള ആളാണെങ്കിലും റിങ്ങിൽ ഇറങ്ങിക്കഴിയുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അവൻ്റെ സ്റ്റാമിന അപ്പം തന്നെ പകുതി ഒന്ന് ഡ്രൈ ആവും. പക്ഷേ അത് എക്സ്പീരിയൻസ് കൂടി 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 വരുമ്പോൾ അവൻ ഒരു നോർമൽ ശൈലിയിലേക്ക് അത് മാറും. ഒരു ബിഗിനേഴ്സ് അങ്ങനെയാണ്. എനിക്കൊരു 10-20 ഫൈറ്റ് വരെ അങ്ങനെ ആയിരിക്കും അവൻ്റെ ഒരു ഇപ്പെട്ട ഫൈറ്റേഴ്സിൻ്റെ മെൻറ്റാലിറ്റി. പിന്നെ അത് സ്ഥിരമായിട്ട് അങ്ങനെയുള്ളൂ. നമ്മൾ എന്ത് സാധനവും ഇപ്പോൾ എക്സാം തന്നെ സ്ഥിരമായിട്ട് എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റത്തെ 2-3 എക്സാം എഴുതുന്ന പോലെയല്ല, കണ്ടിന്യൂ ആകുമ്പോൾ പിന്നെ പേടി ഉണ്ടാവില്ല. ഇങ്ങനെ കുറഞ്ഞു വരും. അതാണ് റിങ്ങിൽ പല ഫൈറ്റേഴ്സും, ചില ഫൈറ്റേഴ്സ് കൂളായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും ചില ഫൈറ്റേഴ്സ് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്രൂട്ടലായിട്ടൊക്കെ കിട്ടി ചോരയൊക്കെ ഒലിച്ച് നമുക്ക് തന്നെ കാണുമ്പോൾ വിഷമം വരും. ചിലപ്പോൾ ജോയിൻ്റെ ഒക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയിരിക്കും. അപ്പോൾ അത് എങ്ങനെ അവർക്കത് ഫൈറ്റ് ചെയ്യാൻ പറ്റും? പിന്നെയും അവർ ഇപ്പോൾ നമ്മൾ ഈ സർപ്പോട്ട പരമ്പരയൊക്കെ അതേപോലുള്ള സിനിമകളൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ബോഡി പിന്നെയും അത്രയും ബ്രൂട്ടലായിട്ട് അടി കിട്ടിയിട്ടും പിന്നെയും അതെങ്ങനെ നിൽക്കാൻ കഴിയും? അത് നമ്മൾ പഴയ കാലത്ത് ഗുണ്ടകളുടെ കാര്യം പറയുമ്പോൾ ഒരു സംഭവമുണ്ട്. അടി കിട്ടി പിന്നെ അവനിക്ക് എന്താ പറയുക, പേടിയെന്നൊരു സാധനം ഉണ്ടാവില്ല. അടിക്കുക. നമ്മുടെ ബോഡിയിലേക്ക് അടി വരുമ്പോൾ സമയത്ത് നമ്മുടെ അഡ്രിനാലിൻ ബൂസ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് ശരിക്കും ഒരു ആ റഫ്നെസ് വരും ബോഡിയിലേക്ക്. പെയിനൊന്നും ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യൂല. ആ ഫൈറ്റ് കഴിഞ്ഞ് അതിൻ്റെ റിക്കവറി ടൈമിലേക്ക് മാറിക്കഴിയുമ്പോഴാണ് അവിടെ പെയിൻ ഇവിടെ പെയിൻ. അപ്പോഴാണ് പരിക്കുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അത്ര ബ്രൂട്ടലായിട്ടുള്ള പരിക്കൊഴിച്ച് ഒരു നോർമൽ ഇഞ്ചുറീസ് വരെ അപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ MMA ഫൈറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചോരക്കളിയാണ്. പക്ഷെ എന്നാലും ആളുകൾ കാണുന്നില്ലേ? ആളുകൾ അത് ഒരു എൻജോയ്മെൻ്റാണ് ആക്ച്വലി അത് ആളുകൾ. പക്ഷേ നമ്മളിതിൻ്റെ ഒരു നല്ല വശം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു സെൽഫ് ഡിഫെൻസ്, സ്വയം പ്രതിരോധം, ഒരാളുടെ മെക്കെട്ടേക്കാറാണ്ട് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ എജിലിറ്റി മൊബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇനി യൂസ് ചെയ്യാം. ഭയങ്കര സ്പീഡായിരിക്കും, മൈൻഡ് കൺട്രോളിങ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കൊരു സ്ട്രെസ് റിലീഫായിരിക്കും. അവരെ നല്ല ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഇപ്പോൾ കൊളസ്ട്രോള്, ഷുഗർ ഇതേപോലുള്ള ആളുകൾക്ക്, വീക്കായിട്ടുള്ള ആളുകൾക്ക്, അതായത് മൈൻഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് മെയിനായിട്ട് നമുക്ക് അറിയാലോ. ഈ വിഷാദ രോഗം വന്ന ആളുകളുണ്ടാവും, ഡിപ്രഷൻ ആൻസൈറ്റി ഒക്കെ ഒരുപാട് ആളുകൾക്കുണ്ട്. യെസ്. ഈ സാധനത്തിനൊക്കെ ബെസ്റ്റ് റെമഡിയാണ് മാർഷൽ ആർട്സ്. ഡിപ്രഷൻ ഉള്ളവർക്ക് നേരെ പോയി 2 ഫൈറ്റ് ചെയ്താൽ ബെസ്റ്റാണ്, ബെസ്റ്റ് സാധനമാണ്. കാരണം അത് ശരിയാ. ഇപ്പോൾ ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ നേരെ ആ പഞ്ച് ബാഗിലേക്ക് 2 ഇടിച്ചു ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തത്വം അതാണ്. നമുക്ക് വിഷമം വന്ന് ഇനിയിപ്പോൾ ആരോടും ദേഷ്യം വന്ന് സഹിക്കാൻ പറ്റുന്ന സംഭവം ഒരു 5 മിനിറ്റ് പോയി ബാഗിൽ ട്രെയിൻ ചെയ്യുക, പിള്ളേരൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ ആ ഒരു ഇൻറ്റൻസിറ്റി അവിടെ കുറഞ്ഞു, റിലാക്സ് ആയിട്ട് പോരാ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബോഡി ശരിക്കും ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറുന്ന പോലെയാണ് ശരിക്കും മാർഷൽ ആർട്സ് എന്ന് പറയുന്ന അതിൽ മെഡിറ്റേഷൻ ഉണ്ട്, യോഗയുണ്ട്, അതേപോലെ തന്നെ ഫൈറ്റ് ഉണ്ട്, പിന്നെ സെൽഫ് കൺട്രോളിങ് ഉണ്ട്, ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അങ്ങനെ ഒരു പാക്കേജാണ്. യോഗയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ മാർഷൽ ആർട്സ്? യോഗ എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ എല്ലാ ബേസിക് സ്ട്രെച്ചിങ്ങും യോഗയെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒട്ടുമിക്ക ഇപ്പോൾ നമ്മൾ പല ആസനാസും ഇപ്പം ഒരു ബട്ടർഫ്ലൈ പോസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിളാണ് ബട്ടർഫ്ലൈ പോസ്. അതിനെ യോഗയിൽ ഭദ്രാസന എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇംഗ്ലീഷുകാർ പറയും ബട്ടർഫ്ലൈ പോസ് എന്ന് പറയും. പിന്നെ വജ്രാസന അതിൽ നമ്മൾ സീസ എന്ന് പറയും, ജപ്പാൻ സീസ എന്ന് പറയും. അപ്പോൾ ഇത് ചില പേരുകളൊക്കെ അങ്ങോട്ട് കിട്ടുമ്പോൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓരോ സ്ട്രെച്ചിങ് മോഡ്സും യോഗയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ സ്ട്രെച്ചിങ്ങിൽ വരുമ്പോൾ
കുറേ പറയാനുണ്ട് അതിനെക്കുറിച്ച്. അപ്പം ഇതെല്ലാം നമ്മൾ യോഗയിൽ നിന്ന് എടുക്കുന്നതാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ യോഗയിൽ നിന്ന് എടുക്കും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മെഡിറ്റേഷൻ എടുക്കും. പിന്നെ അതേപോലെ തന്നെ പ്രാണായാമം അതേപോലെ സംഭവങ്ങൾ എടുക്കും. ഇപ്പോൾ കപാലഭാതി, ചന്ദ്രഭേദി പ്രാണായാമം, സൂര്യഭേദി, അങ്ങനെ പല പ്രാണായാമങ്ങളും നമ്മൾ ചെയ്യും. ഇത് മെഡിറ്റേഷൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യും. മെഡിറ്റേഷൻ വേണം ആളുകൾക്ക്. കാരണം വെച്ചാൽ എല്ലാവരും മാനസികമായിട്ട് ശരിക്കും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഫീൽഡിൽ വന്നേ പിന്നെ എനിക്ക് തോന്നിയേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പരിചയപ്പെട്ടതിൽ ഒരു 80% ആളുകളും മെൻ്റലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ട് നമ്മളടുത്ത് പറയാറുണ്ട്, ഇപ്പോൾ ട്രെയിനിങ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ചേഞ്ച് ഉണ്ട്, എനിക്ക് ഭയങ്കര റിലാക്സേഷൻ ഉണ്ട്, ഉറക്കം നന്നായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവർ ഭയങ്കര ഡിപ്രസ്ഡാണ്. പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴും വർക്ക് സ്പേസിലെ പ്രശ്നങ്ങൾ, ലൈഫിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ മൊത്തത്തിൽ ഡിപ്രസ്ഡ് ആവുകയാണ്. വന്ന് ട്രെയിൻ ചെയ്ത് നമ്മൾ സംസാരിക്കുക അവരായിട്ട് സംസാരിച്ച്, അതാണ് നമ്മൾ ട്രഡീഷണൽ മാർഷൽ ആർട്സ് ഫോളോ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ആളുകൾ വരുമ്പോൾ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ക്ലബ്ബിൽ ഇത്രയും എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷമായി ഞാൻ ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ആകെ ഒറ്റൊരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. എങ്ങനെ? ഈ അടിപിടി കേസ്. ക്ലബ്ബ് എല്ലാ പിള്ളേർ അടിപിടി ഉണ്ടാക്കിയതിൽ ഇത്രയും വർഷത്തിനൊക്കെ ആ ഒറ്റൊരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതും കോളേജ് പിള്ളേരായിട്ടുള്ള അടിയാണ്. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മറ്റേ ഗുണ്ട ഫൈറ്റോ സംഭവമൊന്നുമില്ല. കോളേജ് പിള്ളേർ അങ്ങോട്ടും തമ്മിലുള്ള പ്രശ്നമാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് കുറവുകളുള്ള ആളുകൾ നമ്മുടെ അടുത്ത് വരും. ഇപ്പം ഞാൻ തന്നെ ഇടയ്ക്ക് വെച്ച് ഒരു ഫ്യൂച്ചർ കണ്ടിരുന്നു. ഇപ്പോൾ അപ്പോഴാണ് എനിക്ക് ഒരു ഇൻ്റർവ്യൂ എടുത്താൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നത്. കാരണം കണ്ണ് കാഴ്ച കുറവുള്ള ഒരാൾക്ക് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ അയാൾക്ക് എങ്ങനെയാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഉപകാരപ്രദമാവുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് അതിനെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നത്? ഇപ്പോൾ കാഴ്ച കുറവുള്ള ഒരാൾ ഫൈറ്റിന് പോകാറില്ലല്ലോ. ഞാൻ ഒരു കോളേജിൽ സെൽഫ് ഡിഫെൻസ് സെമിനാറിന് പോയ സമയത്ത് പരിചയപ്പെട്ടാണ്. എനിക്ക് ഏകദേശം 2017 ആ സമയത്താണെന്ന് തോന്നുന്നു. അപ്പോൾ 2017 2021-22 ആ സമയത്താണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ ഒരു ഫുള്ളി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി കോളേജ് യൂണിയൻ്റെ എന്തോ ഭാരവാഹിയായിരുന്നു. പുള്ളി വന്ന് പരിചയപ്പെട്ടപ്പോൾ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചത്, എനിക്ക് കരാട്ടെ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം നമ്മളൊരു ഇതനുസരിച്ച് നമ്മൾ ഒറ്റയടിക്ക് ഒരാളെ നിരാശപ്പെടുത്തില്ല. നമ്മൾ അതിനെന്താ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് പലരും എന്നെ ആക്സെപ്റ്റ് ചെയ്തില്ല. നമ്മൾ അതിനെന്താ മോനെ നമുക്ക് ചെയ്യാം, നീ പോയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി എൻ്റെ അടുത്ത് വരുന്നത്. എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്ത് ഇദ്ദേഹം അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചാൽ വെറുതെ ചോദിച്ചാന്ന് വിചാരിച്ചു. പിന്നെ പുള്ളി എന്നെ കണ്ടിന്യൂ ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കലും ഫോളോ ചെയ്യലൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി വെറുതെ അല്ല, ആഗ്രഹത്തിൻ്റെ പേരിലാണ് പുള്ളി വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നെറ്റൊക്കെ എടുത്തോട്ട് ഒന്ന് ചെക്ക് ചെയ്ത് ഈ ബ്ലൈൻഡായ ആളെ എങ്ങനെയാണ് കരാട്ടെ പഠിപ്പിക്കേണ്ടത്, ഇതെന്തെങ്കിലും സംഭവം ഇതിനകത്ത് ഉണ്ടോയെന്ന് പറയും. ഞാൻ ഓൾമോസ്റ്റും ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഗുണപ്രദമായിട്ടൊരു സംഭവം ഒന്നും കിട്ടിയില്ല. ആക്ച്വലി 1-2 അമേരിക്കയൊക്കെ ബേസ് ചെയ്തിട്ട് 1-2 ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ജൂഡോ പഠിക്കുന്നുണ്ട്, ഡൽഹി എവിടെയും കൊണ്ട് അത് ജൂഡോ ചെയ്യുന്നുണ്ട് കുട്ടികൾ. പക്ഷെ നമ്മുടെ കരാട്ടെ കിക്ക് ബോക്സിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഒട്ടും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ എൻ്റെ രീതിയിൽ തന്നെ ഒരു ശൈലി രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്തത്. അതിനകത്ത് എൻ്റെ കൗണ്ടിങ്, എൻ്റെ ബോഡി പൊസിഷൻ, ഇതൊക്കെ ഞാൻ അവനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പാറ്റേണിലേക്ക് ഞാൻ മാറ്റി. ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഞാൻ മൂപ്പർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന വീഡിയോ. പ്രോപ്പറായിട്ട് ഞാൻ കൗണ്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് ആ കൗണ്ടിൻ്റെ ശബ്ദം വെച്ചിട്ട് മൂപ്പര് ആ ഫോക്കസ് പാഡിലേക്ക് പഞ്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് കിക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതായത് ആ പഞ്ചിങ് ബാഗിൽ ഒരു കൗണ്ട് കൊടുക്കുമ്പോൾ അതായത് ഇപ്പം ഞാൻ ഫേസ് ടു ഫേസ് നിൽക്കണം അവൻ്റെ ഒപ്പം. അപ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ ഫോക്കസ് പാഡ് ഉണ്ടാവും, കയ്യിലിടുന്ന പാഡ്. ഞാൻ കൗണ്ട് ചെയ്യുന്ന ഇപ്പോൾ 1 കൗണ്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ശബ്ദം ഫോക്കസ് ചെയ്തിട്ട് ആ ശബ്ദം വന്ന സ്പോട്ടിലേക്ക് അവൻ പഞ്ച് ചെയ്യും. നമുക്ക് ആക്കി എടുക്കാൻ പറ്റും. അതൊരുപാട് മെത്തേഡ്സ് ഉണ്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതിന്. അപ്പോൾ ഈ ചെറിയ സംഭവം നമുക്കത് കാണിച്ചു തരാൻ പറ്റും. സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ കാഴ്ചശക്തി കുറവുള്ള ആളുകൾ ഫൈറ്റ് ചെയ്യുന്നതും ശബ്ദം വെച്ചിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അതിനൊരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളിപ്പോൾ ഒന്ന് കണ്ണടച്ചിരുന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കണ്ണുറന്നിരിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിനുള്ള ശബ്ദങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ കേൾവിയായിട്ട് ബന്ധപ്പെട്ട സെൻസ് കൂടുതൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് നോക്കി,
ഇത്ര നേരം ശബ്ദം കുറഞ്ഞായിട്ട് കേട്ടോണ്ടിരുന്ന ആ ടൈപ്പ് ചെയ്യുന്ന സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അത് ഈ ഇപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് ശരിക്കും ഒരു ഭയങ്കര ഒരു എനർജി ഉണ്ടാവും, അവർക്ക് ഭയങ്കര പവർ ഉണ്ടാവും, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും അവർ. പിന്നെ അതേപോലെ തന്നെ ഓരോ ലെസൺസ് കൊടുത്ത് പിന്നെ ഞാൻ കണ്ണ് കെട്ടിയിട്ട് കയ്യിൽ മറ്റേ ഈ ഒരു മണി കിട്ടും, മണി കെട്ടിയിട്ട് അവനിക്ക് പിന്നെ കണ്ണ് കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്ത വീഡിയോസ് ഒക്കെ ഇപ്പോൾ കിടപ്പുണ്ട്, സ്പാറിങ്ങിന് വീഡിയോസ്. അപ്പോൾ ഞാൻ കണ്ണ് കെട്ടി ഗ്ലൗസ് ഇട്ടിട്ട് കയ്യിൽ മണി കെട്ടിയിട്ട് ഞാൻ മൂവ് ചെയ്യുന്നതനുസരിച്ച് അവനും മൂവ് ചെയ്ത്, അപ്പോൾ അവൻ മൂവ് ചെയ്യുന്ന ശബ്ദം ഫോക്കസ് ചെയ്തിട്ട് ഞാനും മൂവ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്തൊരു ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആരെ ഇങ്ങനെ തഴഞ്ഞു കളയാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. അപ്പോൾ അതാണ് നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, 3-4 ആളുകളുണ്ട് ഗുരുക്കന്മാർ. കുംഫു ആണെങ്കിലും കരാട്ടെ ആണെങ്കിലും ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അവരെല്ലാവരും എനിക്ക് കാണിച്ചു തന്നേക്കുന്ന ഒരു പാത്തുണ്ട്, ആരെയും ഒഴിവാക്കരുത്, കുറവുകളുണ്ടെന്ന് വിചാരിച്ചിട്ട് ആരെയും ഒഴിവാക്കരുത്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു, ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു, ആളിപ്പില്ല. പക്ഷേ നമ്മുടെ അടുത്ത് വന്നിരുന്ന സമയത്ത് ആൾക്കുണ്ടായ ഡെവലപ്മെൻറ്റ്, ആൾക്കുണ്ടായ ചേഞ്ച്, ആൾക്കുണ്ടായ സന്തോഷം, അതൊക്കെ നമ്മളെ ഒരുപാട് ഹാപ്പി ആക്കുന്നുണ്ട്. അപ്പം ആ രീതിയിൽ ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും ഞാൻ അവർക്ക് കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. എനിക്കൊന്നും ഈ പരിമിതികളുള്ള ആളുകളും കുറച്ചുകൂടി ഇത്തരത്തിലുള്ള മാർഷൽ ആർട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റികൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ അവരുടെ തന്നെ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ കഴിയും. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓട്ടിസം ഉള്ളവർക്ക് ബോക്സിങ്, ഓട്ടിസം ഉള്ളവർക്ക്, അതായത് ഈ ഓട്ടിസം ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഒരു സ്പെഷ്യൽ കഴിവുണ്ടാവും. ചിലപ്പോൾ പടം വരയ്ക്കാനായിരിക്കും, ചിലപ്പോൾ ഗെയിമിങ്ങിലായിരിക്കും, അതല്ലെങ്കിൽ പാട്ട് പാടാനായിരിക്കും. അങ്ങനെ ഒരു സ്പെഷ്യൽ കഴിവ് അവർക്ക് ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം, അതിനുള്ള പേഷ്യൻസ് നമുക്ക് വേണം. അതാണ് ഒരു മാർഷൽ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അയാളുടെ പേഷ്യൻസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഞാൻ ഓട്ടിസം ഉള്ള ഒരു കുട്ടിക്ക് ട്രെയിൻ കൊടുത്ത സമയത്ത് ഈ കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അവനൊരു കറണ്ട് സ്പോട്ടിൽ നിൽക്കൂല, അവനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാണ്. ഇപ്പോഴും ഞാൻ കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് എനിക്കൊരു ഹാപ്പിനെസ്സാണ്, അത് സന്തോഷമായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. കാരണം നമ്മൾക്ക് പറ്റാവുന്ന എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പം ആ ഒരു മെൻറ്റാലിറ്റി കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതേപോലുള്ള ഗുണ്ടകളും പ്രശ്നങ്ങളും ചോരയും ഒന്നും വരില്ല. അവസാനത്തെ ഒരു ചോദ്യം കൂടെ, ഇപ്പോൾ നമ്മൾ ഫിസിക്ക് റെഡിയാക്കാനാണെങ്കിലും വർക്കൗട്ട് ചെയ്യാനാണെങ്കിലും ഇന്ന് ഒരുപാട് ജിമ്മുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ജിമ്മിൽ പോകുന്നതാണോ അതോ ഇത്തരത്തിൽ മാർഷൽ ആർട്സിന് പോകുന്നതാണോ അതോ യോഗയ്ക്ക് പോകുന്നതാണോ ബെറ്റർ? അതൊരു ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രെയിനേഴ്സ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ താങ്കൾ ചോദിച്ചത്. ഒരാളുടെ മോട്ടീവാണ്, എയിമാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരാൾക്ക് മസിൽ സ്ട്രെങ്ത്ത് വേണം, അത്യാവശ്യം മസ്കുലാരിറ്റി വേണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ജിമ്മിൽ പോവാം. ഒരാൾ തീരുമാനിക്കുകയാണ് എനിക്ക് അത്ര വലിയ മസിൽ സ്ട്രെങ്ത് ഒന്നും വേണ്ട, എനിക്ക് മൊബിലിറ്റിയും എജിലിറ്റിയും കൂടണം, നല്ല രീതിയിൽ സ്ട്രെച്ചിങ് വരണം, ബോഡി അത്യാവശ്യം ഫ്ലെക്സിബിൾ ആവണം, അങ്ങനെ ആവുന്ന ആളുകൾക്ക് ഇപ്പോൾ മാർഷൽ ആർട്സോ ജിംനാസ്റ്റിക്സോ തിരഞ്ഞെടുക്കാം. ഒരാൾക്ക് ശാന്തി, സമാധാനം, സ്വസ്ഥത, പീസ്, ഒരു ഗുഡ് ലൈഫ്, ഒരു സമാധാനമുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അയാൾക്ക് യോഗ തിരഞ്ഞെടുക്കാം. ഞങ്ങളിത് മൂന്നും ചെയ്യും. ഞങ്ങൾ ജിമ്മ് ചെയ്യും. ഈച്ച് ആൻഡ് എവറി സ്പോർട്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ജിമ്മ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ട്രെയിനിങ് വേണം മസ്റ്റായിട്ട് എല്ലാത്തിനും. അതേപോലെ തന്നെ സ്ട്രെച്ചിങ്, എജിലിറ്റി, മൊബിലിറ്റി, മൈൻഡ് കോൺസെൻട്രേഷൻ വേണം, അത് മാർഷൽ ആർട്സിലുണ്ട്. പ്ലസ് സെൽഫ് ഡിഫെൻസ്. മൂന്നാമത് വരുന്നത് യോഗ. വരുമ്പോൾ അതിൽ ശാന്തി, സമാധാനം, സ്വസ്ഥത, വേ ഓഫ് ലൈഫാണ് യോഗ. എന്ന് പറയുമ്പോൾ അതിൽ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ അഷ്ടാംഗ യോഗത്തിൽ പറയുന്ന എന്താ പറയുക, യമ, നിയമ, ആസന, ധാരണ, ധ്യാനം, സമാധി, അങ്ങനെ ഒരു അഷ്ടാംഗ യോഗങ്ങളുണ്ട്. അപ്പം ഇത് ജീവിതത്തിൻ്റെ ഓരോ പാത്താണ് തുറന്നു തരുന്നത്. ഇന്ന രീതിയിൽ ജീവിക്കുക, ഇന്ന രീതിയിൽ ശരീരം വൃത്തിയാക്കുക, ഇന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുക, ഇന്ന രീതിയിൽ ആളുകളോട് പെരുമാറുക, ഇന്ന രീതിയിൽ ഫിസിക്കൽ വർക്കൗട്ട് ചെയ്യുക. ഇതൊരു ഓരോ പോയിൻ്റാണ്. യോഗ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാക്കിൽ ഒതുങ്ങിക്കുന്നതല്ല, അതൊരു ലൈഫ് വേ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇത് മൂന്നും കൂടി എടുക്കുന്നവരുണ്ട്, നമ്മൾ മൂന്നും കൂടി എടുക്കുകയാണ്.
എടുക്കുമ്പോൾ നമുക്ക് ശാന്തി സമാധാനം. ഈ മാർഷൽ ആർട്സിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന യുവാക്കളോട് പറയാനുള്ളത് എന്താണ്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ വേർഡാണ്. നിങ്ങൾ 3 എടുക്കുക. വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുക, പ്രോപ്പറായിട്ട് മാർഷൽ ആർട്സ് ചെയ്യുക, യോഗ ചെയ്യുക, അതായത് മെഡിറ്റേഷൻ ചെയ്യുക, മനസ്സ് ശാന്തമായിട്ട് നിർത്തുക. നമ്മളിൽ ഇപ്പോൾ ഒരു ഫൈറ്റിന് റിങ്ങിൽ ഇറങ്ങുന്ന സമയത്ത് വെയിറ്റ് ഏജ്, എൻ്റെ വെയിറ്റ് എൻ്റെ ഏജിനുള്ള ആളായിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യണേ. നമ്മൾ സ്ട്രീറ്റിൽ ഇറങ്ങി നമ്മളെക്കാൾ ആരോഗ്യം കുറഞ്ഞ ഒരുത്തൻ, അവനെ പിടിച്ച് അടിച്ചിട്ട് നമ്മൾ വലിയൊരു ഫൈറ്ററാന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. മനസ്സിലായ? ഇപ്പോൾ 100 കിലോ ഉള്ള ഒരാളാണെങ്കിൽ അയാൾ റിങ്ങിലടിക്കുന്നത് 100 കിലോ ഉള്ള ഒരാളായിട്ടാണ്, അത് ട്രെയിൻഡ് ആയിട്ട് ഒരാളായിട്ടാണ്, അത്ര ഏജുള്ള ആളായിട്ടാണ്. സ്ട്രീറ്റിൽ പോയിട്ട് ഒരു പാവപ്പെട്ടവനെ പിടിച്ച് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ വീഴും, ചിലപ്പോൾ അവനക്ക് താങ്ങാൻ പറ്റില്ല. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ വലിയ ഫൈറ്ററാന്ന് പറയരുത്. കൊച്ചു കുട്ടികളെ പിടിച്ചടിച്ചിട്ട് അല്ലെങ്കിൽ ലേഡീസിനെ പിടിച്ചടിച്ചിട്ട് നമ്മളൊരു ഫൈറ്ററാന്ന് ഒരിക്കലും പറയരുത്. നമ്മൾ ഈ പഠിക്കുന്ന സാധനം ഉപയോഗിക്കേണ്ട സമയത്ത്, ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ രക്ഷയ്ക്കോ അല്ലെങ്കിൽ സ്വന്തം രക്ഷയ്ക്കോ വേണ്ടി മാത്രം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. മറ്റേ സ്പൈഡർമാൻ സിനിമയിൽ പറയുന്ന പോലെ ഗ്രേറ്റ് പവേഴ്സ് കം ഫ്രം ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പവർ കൂടുന്തോറും റെസ്പോൺസിബിലിറ്റി കൂടും. സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഇത് ഉപയോഗിക്കുക. കാരണം പെട്ടെന്നൊരു ഫ്ലഡ് വന്നു, പെട്ടെന്നൊന്ന് ഒരു ഭൂകമ്പം വന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു പാനിക് സിറ്റുവേഷൻ വന്നു, അവിടെ നമ്മുടെ ആരോഗ്യം യൂസ് ചെയ്യുക. ഞാൻ RRT വോളണ്ടിയർ ആയിരുന്നു കൊറോണ സമയത്ത്. ഒരു 4 വർഷത്തോളം RRT വോളണ്ടിയർ ആയിരുന്നു. നമ്മുടെ ആരോഗ്യം വെച്ചിട്ട് എല്ലാ വീടുകളിലും നടന്നിട്ട് മരുന്നടിക്കുന്ന പരിപാടി, ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന പരിപാടി, അങ്ങനെ നമുക്ക് സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ രീതിയിലേക്ക് നമ്മുടെ ഫിസിക്കിനെയും നമ്മുടെ എത്തിക്സിനെയും നമ്മുടെ ആരോഗ്യത്തിനെയും നമ്മൾ പഠിച്ച അറിവിനെയും മാറ്റിയെടുക്കുകയാണെങ്കിൽ അത് സമൂഹത്തിന് ഗുണം ചെയ്യും. കുട്ടികൾക്കും പകർന്നു കൊടുക്കുകയാണെങ്കിൽ അവരും അത് ഫോക്കസ് ചെയ്യും. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡ് വായിക്കാം. താങ്ക് യു.